നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനം ആചരിച്ചു. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ വസതിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറുനരി ആക്രമണം തടയാൻ ഒരു നാട് ഒന്നിക്കുന്നു. കുറുനരി ആക്രമണം രൂക്ഷമായ ചെർ പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ആര് എന്തൊക്കെ പരിശ്രമിച്ചാലും VR കൃഷ്ണൻ എഴുത്തച്ഛൻ കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിന് വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിച്ച ആളാണ്. അതിനാൽ തന്നെ VRും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് സുധീരൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ചിലർക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയി. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ RSSനോ അതോടൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയ്ക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കാര്യമായി ബന്ധമില്ല. അവർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അന്ന് അവർക്ക് വേണ്ടി പാദസേവ ചെയ്ത പാരമ്പര്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിൻഗാമികൾ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര നായകന്മാരെ ചൊല്ലി അവരെ അവകാശപ്പെടുത്താനും അവരെ ആദരവർപ്പിക്കാനും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ അവർക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും VR തന്നെയാണ്. VR കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് VRും കോൺഗ്രസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യ അതിഥിയായി. ജോസ് വള്ളൂർ, DCC ജനറൽ സെക്രട്ടറിമാരായ KV ദാസൻ, ജെയ്ജു സെബാസ്റ്റ്യൻ, നേതാക്കളായ സിജോ ജോർജ്, റിസൻ വർഗീസ്, ബിജു കുണ്ടുകുളം, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. VI ജോൺസൺ, അഡ്വക്കേറ്റ് AB അനീഷ്, KR ശ്രീനിവാസൻ, KR ചന്ദ്രൻ, ഷൈജ സായിറാം, K രാമചന്ദ്രൻ, CK വിനോദ്, KR സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനം ആചരിച്ചു. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ വസതിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വർഗീയനായ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഓർമ്മകൾ കുടുംബവും നാട്ടുകാരും ഹൃദയത്തിലേറ്റുന്നു എന്നത് അഭിമാനകരമായി കാണുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് സുപ്രധാനമായ പദവി കൊടുക്കാതിരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുമായി നീണ്ട മണിക്കൂറുകൾ ചർച്ച ചെയ്ത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിന് അവകാശപ്പെട്ടതെല്ലാം ജവഹർലാൽ നെഹ്റു കുടുംബാധിപത്യത്തിലൂടെ നേടിയെടുത്തു. സോണിയാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ സീതാറാം കേസരിയെ ഹാളിൽ നിന്നും പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഉപേക്ഷിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരാധരായിട്ടുള്ള അന്നത്തെ പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ, ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സർവസ്വവും ത്യജിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ആരാധരായിട്ടുള്ള ലീഡർഷിപ്പിൽ പ്രവർത്തിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അഭിനവ കോൺഗ്രസ് എന്ത് ചെയ്തു?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒട്ടനവധി കാലം പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ, കോൺഗ്രസിന്റെ ഉരുക്ക് മനുഷ്യനെ, അദ്ദേഹത്തിന് സുപ്രധാനമായ പദവി കൊടുക്കാതിരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുമായിട്ട് നീണ്ട മണിക്കൂറുകൾ ചർച്ച ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യന് അവകാശപ്പെട്ടതെല്ലാം ജവഹർലാൽ നെഹ്റു കുടുംബാധിപത്യത്തിലൂടെ നേടിയെടുത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ചരിത്രത്തിന്റെ ബാക്കി പത്രമായിട്ട് നിലകൊള്ളുകയാണ്. അത് കഴിഞ്ഞു സീതാറാം കേസരി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഒരു കാരണവുമില്ലാതെ ശക്തമായി പ്രവർത്തിക്കുന്ന കഴിവുകൾ തെളിയിച്ച സീതാറാം കേസരിയെ സോണിയ ഗാന്ധി എന്ന് പോലും പറയാൻ പറ്റില്ല, ഗണ്ഡി ഫാമിലിയാണ്, പക്ഷെ അത് ഗാന്ധി എന്നാക്കി സൗകര്യപൂർവ്വം അവർ മാറ്റി. നമ്മളും വിളിച്ച് അത് ഗാന്ധി കുടുംബമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ മനുഷ്യർ അവര് വിളിച്ച് അത് ഗാന്ധി കുടുംബമായി. ആ സോണിയയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി സീതാറാം കേസരിയെ കുറെ കോൺഗ്രസുകാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൊക്കിയെടുത്തിട്ടാണ് ഹാളിന്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിച്ചത്. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങ് ആരംഭിച്ചത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബബീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആദ്യ പ്രസിഡന്റും VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുമായ VK ജയഗോവിന്ദൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ചിഞ്ചു രാജീവ്, ശോഭി പുറത്താള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദ ദിനേശ്, സൂര്യ ശോഭി, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാൻ PN സുനിൽകുമാർ, VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുറുനരി ആക്രമണം തടയാൻ ഒരു നാട് ഒന്നിക്കുന്നു. കുറുനരി ആക്രമണം രൂക്ഷമായ ചെർപ്പ് പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. പഞ്ചായത്തിലെ 3 വാർഡുകളിൽ വലിയ നാശം വരുത്തിയ കുറുനരി ആക്രമണം തടയാൻ CC മുകുന്ദൻ MLA യുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മളെ ബാധിക്കുന്ന അപകടകരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ അത് ഉന്നതത്തിലേക്ക് മാറ്റുകയായ കഴിയും എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് എന്തൊക്കെ ദിവസങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ദിവസത്തോളം നമ്മുടെ ഭരണകൂടത്തിൻ്റെ ദിവസം പറയാനായി നമുക്ക് പരിശോധിച്ച് എവിടെയൊക്കെയാണ് പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും വേണ്ടത്. എവിടെയൊക്കെയാണ് കാടുകളുള്ളത് ആ കാടുകൾ ഇന്ത്യയുടെ എവിടെയുള്ള പരിശോധിക്കുമ്പോൾ അത് പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശം നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ കഴിയണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുത്തെ അപകടത്തിൽ ജീവിക്കാൻ കഴിയും. മറ്റുള്ള മേഖലയും ഇപ്പോൾ അടിനാട് പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളെ കണിച്ചു. ആദ്യഘട്ടമായി ചൊവ്വാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിരീക്ഷണം നടത്തും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പറമ്പിലെ കാട് വെട്ടിത്തെളിക്കാൻ വ്യക്തികൾക്ക് നോട്ടീസ് നൽകാനും എല്ലാ വളർത്തുമൃഗങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാനും തീരുമാനമായി. മാടുകൾ ചത്തതിന്റെ നഷ്ടപരിഹാരം നൽകണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിക്കാമെന്ന MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വനംവകുപ്പ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, പഞ്ചായത്ത് സെക്രട്ടറി KV മുംതാസ്, ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സുജ, ചീഫ് വെറ്ററിനറി ഓഫീസർ TU ഷാഹിന, കർഷക സംരക്ഷണ സമിതി ചെയർമാൻ NG അനിൽനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ ബാധ്യതകൾ ശ്രദ്ധ കൊടുക്കാനും ഇന്ന് സ്നേഹിതരെ ശ്രമിക്കാറില്ല. ഞങ്ങൾ കുറച്ച് അനുഭവങ്ങൾ ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ കേസിൽ കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിടിച്ചുകൊണ്ട് പോലും നിരീക്ഷണത്തിലേക്കും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെറിയൊരു
മുത്തുള്ളിയാൽ തോപ്പ്, പണ്ടാരച്ചിറ, പടിഞ്ഞാട്ടുമുറി, പറാപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് കുറുനരി ഭീഷണി ഏറ്റവും കൂടുതലുള്ളത്. 90 വയസ്സായ വയോധിക ഉൾപ്പെടെ 5 പേർക്ക് ഇതിനകം കടിയേറ്റിട്ടുണ്ട്. കറവ പശുക്കൾ ഉൾപ്പെടെ 6 മാടുകൾ പേയിളകി ചത്തു. 300ഓളം താറാവുകളെയും കുറുനരികൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുറുനരികളിൽ നിന്ന് രക്ഷ നേടാൻ പഞ്ചായത്തിൽ യോഗം ചേർന്നത്. ചേർപ്പ് മഹാത്മാ ഗ്രൗണ്ടിന്റെ മുഖച്ഛായ മാറും. ഗ്രൗണ്ട് നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. ചേർപ്പ് മഹാത്മാ ഗ്രൗണ്ട് നവീകരിക്കാൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് 1 കോടി രൂപ അനുവദിച്ചത്. ഓപ്പൺ സ്റ്റേജ്, ഡ്രസ്സിംഗ് റൂം നിർമ്മാണം, ഗ്രൗണ്ടിന് ചുറ്റും LED ലൈറ്റിംഗ് സിസ്റ്റം, മഹാത്മാഗാന്ധി സ്തൂപം സംരക്ഷണം, സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ, ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കൽ, ഗ്യാലറി നവീകരണം, പൊതുകിണർ വൃത്തിയാക്കി വാട്ടർ കിയോസ്ക് സ്ഥാപിക്കൽ, ഭിന്നശേഷിക്കാർക്ക് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനായി റാമ്പ് സംവിധാനം, വിശ്രമ കേന്ദ്രം, ഫെൻസിംഗ് എന്നീ പ്രവൃത്തികൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് നിർമ്മാണ പ്രവൃത്തികളുടെ ചുമതല. സബ് ജൂനിയർ ഗേൾസ് ഹാൻഡ്ബോൾ കേരള ടീമിലേക്ക് ചേർപ്പിൽ ഉർദുമാത EMHS സ്കൂളിലെ PM മിയ തിരഞ്ഞെടുക്കപ്പെട്ടു. കർണാടകയിൽ നടന്ന 39ാമത് നാഷണൽ സബ് ജൂനിയർ ഗേൾസ് ഹാൻഡ്ബോൾ മത്സരത്തിലെ മികച്ച പ്രകടനമാണ് PM മിയയെ തുണച്ചത്. കോൺഗ്രസ് ചെറുവത്തേരി മേഖലാ കമ്മിറ്റി ആരൂർ മന വാസുദേവൻ സോമയാജിപ്പാടിനെയും പത്നി സജിത പത്തനാടിനെയും ആദരിച്ചു. അവണിശ്ശേരി മണ്ഡലം മുൻ പ്രസിഡന്റ് KP അനൂപ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം നൽകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകവും എന്ന് പറഞ്ഞാൽ വേദങ്ങളും അതുപോലെ തന്നെ യാഗങ്ങളൊക്കെയാണ്. യാഗങ്ങൾ തന്നെ പലതരത്തിലുള്ള യാഗങ്ങൾ നമ്മൾ കേരളത്തിലുടനീളം കാണാറുണ്ട്. അതിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളൊരു യാഗമാണ് സോമയാഗം, അഗ്നിധ്യാന സോമയാഗം. നമുക്കറിയാം, കഴിഞ്ഞ 22 വർഷത്തിന് ശേഷമാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് സോമയാഗം കടന്നു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ ചെർക്കക്കോടുള്ള എളങ്ങള്ളൂർ മനയിലാണ് ഈ സോമയാഗം നടന്നു വന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ അഭിമാനം എന്ന് പറഞ്ഞുള്ള നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള, നമ്മളുടെ മുൻ മേൽശാന്തി കൂടിയായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാസുദേവൻ നമ്പൂരിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അതിൽ യജമാനത്തിയായിട്ട് വന്നു. ആ യാഗം വളരെയധികം സക്സസ്ഫുള്ളായി. അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് മാത്രമല്ല, നമ്മളുടെ പെരുവനം ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആ യാഗത്തിൻ്റെ ആയിട്ടുള്ള പോസിറ്റിവിറ്റി എനർജി വരും നാളുകളിൽ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഇനിയും ഒരുപാട് യാഗങ്ങളിൽ യജമാനത്തിയാവാനായിട്ട് സർവേശ്വരൻ എല്ലാ അനുഗ്രഹം നൽകട്ടെ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുവത്തേരി മേഖലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. KR ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം NB ശ്രീജിത്ത്, CR ബാലകൃഷ്ണൻ, VR ജിനീഷ്, KK കുട്ടൻ, ആൻഡു, മോഹൻദാസ് കക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിജയികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രിൻസി ഉദ്ഘാടനം ചെയ്തു. ജെയ്സൺ തറയിൽ, സീനിയർ അസിസ്റ്റന്റ് ലിയാഡിൻ, സ്റ്റാഫ് സെക്രട്ടറി സുനു എന്നിവർ സംസാരിച്ചു. സ്കൂൾ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഷൈനി K റോബർട്ട് ക്ലാസ് എടുത്തു. തൃപ്രയാറിൽ വലപ്പാട് പോലീസിന്റെ നിരോധിത പുകയില ഉൽപ്പന്ന വേട്ട. 200 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ എരണയെഴുത്ത് വീട്ടിൽ 57 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. 200 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. തൃപ്രയാറിലെ ഫെഡറൽ ബാങ്കിന് എതിർവശത്തുള്ള കൃഷ്ണ ടീ സ്റ്റോളിന്റെ മുൻവശത്ത് വെച്ചാണ് പ്രതി പിടിയിലായത്. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ CN എബിൻ, ആന്റണി ജിംബിൾ, CPO ജസ്ലിൻ തോമസ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിലെ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പെരുമ്പിളിശ്ശേരി സ്വദേശി വിളമ്പത്ത് വീട്ടിൽ 32 വയസ്സുള്ള അജിത് കുമാറിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ 1-ാം നമ്പർ ട്രാക്കിലൂടെ ടോറസ് ലോറി ടോൾ ബൂത്തിലെ ഫാസ്ടാഗ് റീഡ് ചെയ്യാൻ താമസിച്ചതിലും വാഹനം മുന്നോട്ട് നീക്കി നിർത്താൻ ആവശ്യപ്പെട്ടതിലുമുള്ള വൈരാഗ്യത്തിൽ ടോൾ ബൂത്തിലെ കളക്ഷൻ സ്റ്റാഫായ ഉത്തർപ്രദേശ് സ്വദേശി 30 വയസ്സുള്ള പപ്പുകുമാറിനെ ടോൾ ബൂത്തിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് അറസ്റ്റ്. ഇയാൾ ഓടിച്ചിരുന്ന ടോറസ് ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
അജിത് കുമാറിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും 2 അടിപിടി കേസുമുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ലിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് സമാരംഭം കുറിച്ചു. കാരിക്കേച്ചറിസ്റ്റ് ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഗീതം സംഗീതം ഭാരവാഹികളായ മുഹമ്മദ് റഷീദ്, സുകുമാരൻ ചിത്രസൗധം, മധു ആനല്ലൂർ, പൗരാവലി പ്രസിഡന്റ് പ്രമോദ് ചേർപ്പ്, സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ അനുസ്മരണങ്ങൾ നടത്തി. ദേശഭക്തി ഗാനാലാപനത്തോടെ പരിപാടി സമാപിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,855 രൂപ, പവന് 70,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനം ആചരിച്ചു. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ വസതിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറുനരി ആക്രമണം തടയാൻ ഒരു നാട് ഒന്നിക്കുന്നു. കുറുനരി ആക്രമണം രൂക്ഷമായ ചെർപ്പ് പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനൊരുങ്ങുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.